തൃത്താല ജനപ്രതിനിധിയായി ഇവിടെ തൃത്താലക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇനിയും തൃത്താല തന്നെയാണ് മത്സരിക്കുക. അല്ല, ഈ ചോദ്യം അതിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇന്നത്തെ ദിവസം അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. തൃത്താലക്കാരനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഞാൻ ജനപ്രതിനിധി അല്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു 4.25 വർഷമായിട്ട്. പക്ഷേ എൻ്റെ ഒരു പൊതുജീവിതം തൃത്താല കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഒരു MLA ആയി 10 വർഷം എങ്ങനെയാണോ ഇരുന്നത്, ആ നിലയിൽ തന്നെയുള്ള ഒരു ജനസമ്പർക്കവും ജനങ്ങൾക്കിടയിലുള്ള സാന്നിധ്യവും കഴിഞ്ഞ 4.5 വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. KPCC വൈസ് പ്രസിഡന്റും തൃത്താലയുടെ മുൻ MLA-യുമായ VT ബൽറാമാണ് എന്നോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ തവണ തൃത്താല ഒരു നേരിയതിന് കൈവിട്ടുപോയതാണ്. ഇത്തവണ തിരിച്ചു പിടിക്കും. തീർച്ചയായിട്ടും UDF ഇത്തവണ തൃത്താല തിരിച്ചു പിടിക്കും. തൃത്താല മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. 6 സീറ്റോളം ഇത്തവണ, അതായത് 12 സീറ്റിൽ പകുതി UDFന് നേടാൻ സാധിക്കുമെന്ന് പറയുന്ന അവസ്ഥയാണ്. പാലക്കാട് ആ നിലയിലുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലും അതിനപ്പുറത്തുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് 100 സീറ്റിൽ കുറയാത്ത ഒരു ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ തൃത്താല ജനപ്രതിനിധിയായി ഇവിടെ തൃത്താലക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇനിയും തൃത്താല തന്നെയാണ് മത്സരിക്കുക. അല്ല, ഈ ചോദ്യം അതിൻ്റെ ഉദ്ദേശമൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ഇന്നത്തെ ദിവസം അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയില്ല. തൃത്താലക്കാരനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ്. ഞാൻ ജനപ്രതിനിധി അല്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു 4.25 വർഷമായിട്ട്. പക്ഷേ എൻ്റെ ഒരു പൊതുജീവിതം തൃത്താല കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഒരു MLA ആയി 10 വർഷം എങ്ങനെയാണോ ഇരുന്നത്, ആ നിലയിൽ തന്നെയുള്ള ഒരു ജനസമ്പർക്കവും ജനങ്ങൾക്കിടയിലുള്ള സാന്നിധ്യവും കഴിഞ്ഞ 4.5 വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൃത്താലയാണ് എൻ്റെ രാഷ്ട്രീയമായ കർമ്മമണ്ഡലം എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ പാലക്കാട് മണ്ഡലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങൾക്ക് ശേഷം പാലക്കാട് ആരായിരിക്കും ഒരു VIP സ്ഥാനാർത്ഥി വേണം? സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായവും അത് തൃത്താലയെ സംബന്ധിച്ചാവട്ടെ പാലക്കാട് സംബന്ധിച്ചാവട്ടെ ഒരു സ്ഥലത്തെക്കുറിച്ചും എനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ ഒരു നേതാവിനും, KPC പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ ശ്രീ KC വേണുഗോപാലിനോ പോലും ഈ അവസരത്തിൽ അതേക്കുറിച്ച് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ സാധിച്ചു എന്ന് വരില്ല. കാരണം അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയിലെ യാഥാർത്ഥ്യം. ഈ തൃത്താല അല്ലാതൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ലേ, ഈ ചോദ്യം തിരിച്ചു മറിച്ച് എത്ര ചോദിച്ചാലും എനിക്ക് ഓരോരുത്തരല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന ഒരു വിഷയമല്ല ഇപ്പം. പക്ഷേ തൃത്താല മണ്ഡലം തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ട് UDF എന്ന നിലയിൽ ഞങ്ങൾ വളരെ അടിത്തട്ടിൽ ഗ്രൗണ്ട് വർക്ക് നടത്തി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസും പ്രധാന ഘടകകക്ഷി എന്നുള്ളതിൽ തൃത്താലയിലുള്ളത് മുസ്ലിം ലീഗാണ്. ഞങ്ങളൊരു ടീമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനും അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളും ഞങ്ങൾ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ MP രാജേഷിനെ പോലുള്ളൊരു മുതിർന്ന നേതാവ് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്. ആ നിലയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു നിരവധി പ്രവർത്തനങ്ങൾ, അവസാനം സരസ്മേളയൊക്കെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു, അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈ പ്രൊഫൈൽ എന്നുള്ളത് എങ്ങനെയെങ്കിലും ബാധിക്കുമോ? അല്ല, തൃത്താലയിൽ കഴിഞ്ഞ തവണയും MP രാജേഷ് ആയിരുന്നല്ലോ CPMൻ്റെ കാൻഡിഡേറ്റ്. ഇത്തവണ അദ്ദേഹം തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ CPMൻ്റെ LDFൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഞങ്ങളും ഒരു ഘട്ടം കഴിഞ്ഞാലാണ് തീരുമാനിക്കുക. മിക്കവാറും ഫെബ്രുവരി മാസം ഒരു പകുതിയോട് കൂടിയിട്ടാണ് ആ തീരുമാനം പുറത്തു വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ UDFനെ സംബന്ധിച്ച് ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഞങ്ങളുടെ വിജയം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഗ്രൗണ്ട് വർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഏക അജണ്ട. ഈ കഴിഞ്ഞ തവണ ഈ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ ഈ താങ്കളുടെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയില്ല, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതാണ്. ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ വോട്ടിംഗ് അതിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ നിങ്ങൾക്കും ബോധ്യമാവുന്ന കാര്യമാണ്. കൃത്യമായി BJPയുടെ CPMലേക്കുള്ള ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. നാഗലശ്ശേരി അടക്കമുള്ള BJPക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ള കുറേ പഞ്ചായത്തുകളും കുറേ ബൂത്തുകൾ എടുത്തു നോക്കിയാൽ ആ നിലയിൽ BJP മറിച്ചു കൊടുത്ത വോട്ട് കൊണ്ടാണ് തൃത്താലയിൽ കഴിഞ്ഞ തവണ LDFന് ഒരു വിജയമുണ്ടായത് എന്ന് വോട്ടിംഗ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് മറികടക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ UDF ഇന്ന് ഒരു ശക്തമായിട്ടുള്ള മതേതര നിലപാടുമായിട്ടാണല്ലോ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിദ്വേഷ പ്രസംഗകരെയും
ആ നിലയിൽ സമൂഹത്തിൽ ഭിന്നത വളർത്തുന്ന ആളുകളെയും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമല്ല വേണ്ടത്. കൃത്യമായ മതനിരപേക്ഷ നിലപാടുകൾ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ ഇലക്ട്രൽ റിപ്പർക്കഷൻസ് എന്തൊക്കെ തന്നെയായിരുന്നാലും ജയമാവട്ടെ തോൽവിയാവട്ടെ നമുക്ക് അക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അത് ഏതെല്ലാം കാര്യങ്ങളാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്, ഏതെല്ലാം കാര്യങ്ങളെയാണ് തുറന്ന് തീർക്കേണ്ടത് എന്നുള്ളത് രാഷ്ട്രീയമായ താൽക്കാലികമായ ലാഭനഷ്ടങ്ങൾ നോക്കാതെ തന്നെ ചെയ്യുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ, അത് വോട്ട് ജയമോ തോൽവിയോ എന്നുള്ളതല്ല, ഈ വർഗീയതയെ ശക്തമായി എതിർക്കും എന്ന് പറഞ്ഞ കാര്യം ഒരു ഭാഗത്ത് വർഗീയതയ്ക്ക് എതിരെ പറയുകയും മറുഭാഗത്ത് വർഗീയത പറയുന്നവരെ എല്ലാവിധ പിന്തുണയും കൊടുക്കുക, ഈ ഒരു വിഷയം കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പ്രചരണം ആയതാക്കും? അല്ല, അത് ഞങ്ങൾ പ്രചരിപ്പിക്കുക എന്നതിനപ്പുറം കേരളം ഇത് കാണുകയല്ലേ. കേരളത്തിൽ ഇപ്പോൾ മാറാട് പോലെയുള്ള ഒരു മുൻകാലത്ത് 10-20 വർഷം മുമ്പ് നടന്നൊരു കലാപത്തെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? കേരളം വീണ്ടും ഒരു കലാപത്തിൻ്റെ വക്കിലാണ് എന്നുള്ളതാണോ മുഖ്യമന്ത്രിയും CPM പറഞ്ഞ് പരത്താൻ ഉദ്ദേശിക്കുന്നത്? അതങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരുന്ന ആളുകളല്ലേ അത്തരത്തിലുള്ള ഒരു കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തീപ്പൊരി വീണാൽ ഒരു കലാപം ആളിപ്പടരുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനല്ലേ അതിൽ നമ്പർ 1 ഉത്തരവാദി. അപ്പോൾ ഇതൊക്കെ സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഏറ്റെടുത്ത് CPM അവരുടെ നെറേറ്റീവുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പ്രചരണങ്ങളാണ്. ഒരു തവണ പറയാം, ശരി, മുമ്പ് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ CPMൻ്റെ ഓരോ നേതാവും ദിവസവും നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് മാറാട് എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ അപകടകരമായിട്ടുള്ള ഒരു എന്താ പറയുക ധ്രുവീകരണമാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് CPMന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ? ഞങ്ങൾ നേരെ തിരിച്ചു പറയട്ടെ, CPM വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭീമാ പള്ളിയിലുണ്ടായ പോലെ നിരപരാധികളെ വെടിവെച്ച് കൊല്ലുന്ന സംഭവം ഇനി കേരളത്തിൽ ആവർത്തിക്കും എന്ന് ഞങ്ങൾ പറയാൻ തയ്യാറായാൽ അതെങ്ങനെ എത്രത്തോളം ഔചിത്യപൂർണ്ണമാണ്? അത് ഉചിതമല്ല എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് നിരന്തരം പറയാത്തത്. പക്ഷേ ഭീമാപ്പള്ളിയിൽ വെടിവെപ്പുണ്ടായത് ആരുടെ കാലത്താണ്? VS അച്യുതാനന്ദൻ്റെ കാലത്തല്ലേ? 4 പേരല്ലേ അവിടെ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്? നിരപരാധികളല്ലേ? 6 പേര്. അപ്പോൾ ആ നിലയിൽ 40 ആളുകൾ അതിൽ പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ ഒരു വെടിവെപ്പിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ. ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പോലും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അപ്പോൾ ആ നിലയിൽ ഉള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ട സമയമാണോ ഈ തെരഞ്ഞെടുപ്പ്? 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം ഭരണ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അവർ ജനങ്ങളാൽ തിരസ്കൃതമായിരിക്കുന്നു, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവർ പുറത്തേക്കുള്ള വഴിയിലാണ് എന്ന് അവർക്ക് ബോധ്യമാവുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ഹീനമായ പ്രചരണങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. അത് AK ബാലൻ പറയുന്നു, MV ഗോവിന്ദൻ പറയുന്നു, പിണറായി വിജയൻ തന്നെ പറയുന്നു. CPMൻ്റെ മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതൊരു പ്രചരണ വിഷയമായിട്ട് മാറാട് എന്നൊക്കെ പറഞ്ഞത് നിരന്തരം ആവർത്തിക്കുന്നത് കേരളത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ഗെയിം പ്ലാനോട് കൂടിയാണ്. ഏതായാലും അത് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.